തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഫ്രാൻസിസ് ഓരോ ശ്വാസത്തിലും ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാൻ എന്നെ ഇടയാക്കണമേ. ഇന്ന് മനുഷ്യൻ സ്നേഹിക്കപ്പെടാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. എല്ലാവരും എന്നെ സ്നേഹിക്കണം. അത് ആഗ്രഹിച്ച് ഓടുന്നത് കൊണ്ട് എപ്പോഴും പരാതികളാണ്. എന്നാൽ ഫ്രാൻസിസ് നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് ജീവിക്കുക. സ്നേഹിക്കപ്പെടാനല്ല, സ്നേഹിക്കുവാനായിട്ടുള്ളതാണ് എൻ്റെ ഈ ജീവിതം. ഈ ജീവിതത്തിൽ എനിക്ക് എത്ര പേരെ ഇന്ന് സ്നേഹിക്കാനാവുന്നുണ്ട്? പ്രിയമുള്ളവരെ, ഉള്ളിൽ സ്നേഹം നിറഞ്ഞാലേ, ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞാലേ നമുക്ക് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ പറ്റൂ. ഇന്ന് പലരും വ്യവസ്ഥകൾ വെച്ചാണ് സ്നേഹിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സ്നേഹവുമല്ല അത്. ചില ഇഷ്ടങ്ങളെ പോലും സ്നേഹമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലരോടുള്ള ഇഷ്ടങ്ങൾ സ്നേഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്താണ് സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം? ഇഷ്ടമെന്നുള്ളത് ഒരാളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതാണ്. ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ചിലതൊക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട്, ആസ്വദിക്കാനായിട്ട് ലഭിക്കുമെന്നുള്ള ചിന്തയാണ് ഇഷ്ടം. പലപ്പോഴും ഇന്ന് മനുഷ്യൻ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇഷ്ടത്തെയാണ്. എന്നാൽ സ്നേഹമെന്നുള്ളത് എന്താണ്? സ്നേഹമെന്നുള്ളത് ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ്. ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സ്നേഹമാണ്. ഈശോയുടെ ജീവിതം അതല്ലേ? ഈശോ നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവൻ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല. പാപികളായിരിക്കെ അവൻ സകലതും നമുക്കായി നൽകി. കൊടുക്കുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത വളരുന്നതെന്ന് ഈശോ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൻ കാൽവരിയോളം അവനുള്ളതൊക്കെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ ദിനത്തിൽ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കണം. നല്ല വാക്ക്, പ്രോത്സാഹനം നിറഞ്ഞ, സാന്ത്വനം നിറഞ്ഞ വാക്കുകൾ, മറ്റുള്ളവരെ വളർത്തുന്ന ചില നിലപാടുകൾ, അവരെ സഹായിക്കുന്ന ചില നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരായിട്ട് മാറും. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാതെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. അതിന് ആദ്യം ദൈവസ്നേഹം നമ്മളിൽ നിറയണമെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം ഇപ്രകാരമാണ്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റൂ. അസീസിലെ ഫ്രാൻസിസിൽ നിറഞ്ഞു നിന്നത് ഈ ആത്മാവിൻ്റെ നിറവാണ്. ഈ ദിവസത്തിൽ സ്നേഹം അന്വേഷിക്കാതെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, നിൻ്റെ സാന്നിധ്യം കൊണ്ട്, നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. അപ്പോൾ നമുക്കും പരാതി കൂടാതെ ഫ്രാൻസിസിനെ പോലെ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനായി നമുക്കും താല്പര്യമുണ്ടാകും. നമുക്ക് ഈ ദിനത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കട്ടെ.